ബാരിസ്റ്റർ ബാബു എന്ന സീരിയലിൻ്റെ സീസൺ 2 ആയിട്ടുള്ള ദുർഗ ആൻഡ് ചാരു എന്ന സീരിയലാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചാരു മറിഞ്ഞിരുന്ന് ബോലിക്ക് ഷോക്ക് അടിപ്പിച്ച് പണി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവളുടെ രൂപം കണ്ട് എല്ലാവരും നീ എന്താ ഈ പ്രേതത്തെ പോലെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജുംകി ദുർഗ ആണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുമോന ദുർഗ എൻ്റെ ഒപ്പം മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ എങ്ങനെ അവൾ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും ദുർഗയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ബിനോയ് വന്ന് ദുർഗയോട് അടിച്ചതിനെല്ലാം മാപ്പ് പറഞ്ഞിട്ട് ഇന്ന് മുതൽ നീ നിൻ്റെ റൂമിൽ തന്നെ കിടന്നോളാൻ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോകുമ്പോൾ ചാരു ദുർഗയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ സത്യങ്ങളും നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പോലീസുകാർ റോയ് ചൗധരി വീട്ടിലേക്ക് വന്ന് ചാരു അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നും അതുകൊണ്ട് അവർക്ക് വീട് മുഴുവൻ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ അവർ തിരയുന്നുണ്ട്. അപ്പോൾ ചാരു എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു ആൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് ദുർഗയും ചാരുവും കൂടി ചെയ്ത പ്ലാൻ ആകും. കുറച്ച് ദിവസം മുന്നേ സമ്പൂർണ്ണയും ബിനോയും കൂടെ ഇരുന്ന് അനിരുദ്ധിൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ ചതുർഭുജ് വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നത് ദുർഗ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ പേരിലാണ് ചാരു വേഷം മാറിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ദുർഗ ചതുർഭുജിനെ വിളിച്ചിട്ട് നീ ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇത് ചതുർഭുജാണെന്ന് പറഞ്ഞിട്ട് ദുർഗ അവർക്കെല്ലാം അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വന്ന ഉടനെ തന്നെ ചാരു ബോലിക്ക് ഓരോ പണികളായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എൻ്റെ ആൻറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ പുറത്ത് കയറിയിരുന്നിട്ട് ആനക്കളിയൊക്കെ കളിക്കുന്നുണ്ട്. മാത്രമല്ല അവളോട് ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊക്കെ കടിക്കുന്നുണ്ട്. ബോലിക്ക് പണി കൊടുത്ത സന്തോഷത്തിൽ ദുർഗയും ചാരുവും റൂമിൽ പോയിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ജുംകിയെയും ബോലിയെയും പരസ്പരം അകറ്റി നിർത്തണമെന്നവർ പ്ലാൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ജുംകിയെ ദുർഗയുടെ അടുത്ത് കിടത്തിയിട്ട് ചാരു ബോലിയുടെ അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ബോലിയെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അവളുടെ മുഖത്ത് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ദുർഗ ജുംകിയെ പ്രേതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അവളെ ഭയപ്പെടുത്തി സത്യങ്ങളെല്ലാം അവളെ കൊണ്ട് തന്നെ പറയിക്കാൻ നോക്കുകയാണ്. അച്ഛൻ്റെ പ്രേതമാണെന്ന് പറഞ്ഞിട്ട് സത്യമെല്ലാം പറയാൻ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ശബ്ദമിടാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ബോലി അവിടെ നിന്ന് അവളുടെ അടുത്തേക്ക് എണിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ബോലിയെ കണ്ടതും ജുംകി ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് ഓടുന്നുണ്ട്. പിന്നാലെ ബോലിയും വരികയാണ്. ശബ്ദം കേട്ട് എല്ലാവരും വരുമ്പോൾ ബോലി അവരോട് ഇവിടെ ഭൂതമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ മുഖം കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പലാശ് ഒരു കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ട് ബോലിക്ക് കൊടുക്കുമ്പോൾ അവളുടെ മുഖം കണ്ട് അവൾ തന്നെ പേടിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഈ പ്ലാൻ പാളിപ്പോയി, നമുക്ക് വേറെ പ്ലാൻ നോക്കണമെന്ന് ദുർഗയും ചാരുവും കൂടി പറയുന്നതാണ്. പിന്നെ കാളി പൂജയുടെ ദിവസം ബിനോയ് ജുംകിയോട് 6 വർഷമായി ദുർഗയാണ് ഈ പൂജ ചെയ്യാറ്, അതുകൊണ്ട് ഇക്കൊല്ലം നീ ഈ പൂജ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് ദുർഗയും ചാരുവും ജുംകിയെ വിളിച്ചിട്ട് നിനക്ക് ഈ പൂജയെക്കുറിച്ച് എന്തെങ്കിലും അറിയോ, തെറ്റ് ചെയ്തവർ ഈ പൂജ ചെയ്താൽ ശാപം കിട്ടുമെന്നൊക്കെ കളവ് പറയുന്നുണ്ട്. അവർക്ക് ആ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ജുംകി ആണെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റല്ലേ, അതുകൊണ്ട് ഞാൻ ഈ പൂജ ചെയ്താൽ ശാപം കിട്ടും, ഞാനിത് ചെയ്യില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വർഷവും ദുർഗ തന്നെ ഈ പൂജ ചെയ്തോട്ടെ എന്ന് എല്ലാവരോടും അവൾ പറയാണ്. അങ്ങനെ ദുർഗ ആണ് ആ പൂജ അവിടെ ചെയ്യുന്നത്. പിന്നെ ബോലി ദുർഗയെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് 2 ആളുകളെ ഹവേലിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ ആളുമാറി ജുംകിയെ ആണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ബോലിയുടെ ഈ കള്ളക്കളികളെല്ലാം പലാശ് അറിയുന്നുണ്ട്. പക്ഷേ അവൻ ബോലിക്ക് സപ്പോർട്ട് നിന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോലിക്ക് കിട്ടുന്ന പൈസയുടെ പകുതി അവന് കൊടുക്കാൻ വേണ്ടിയും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ദേവിയെ തട്ടിക്കൊണ്ടുപോയി 25,000 രൂപ ദുർഗയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മാത്രമേ അവളെ തിരിച്ചുകൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തും എഴുതിയിട്ട് അവർക്കെല്ലാം അത് പലാശ് വായിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ദുർഗയെ ഒറ്റയ്ക്ക് അയാളുടെ അടുത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് സമ്പൂർണ്ണ പറയുമ്പോൾ പലാശ് അവളോട് ദുർഗയ്ക്ക് ഒന്നും പറ്റില്ല, ഞാൻ അവളെ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ പൈസയുമായി വിടാൻ എല്ലാവരും തയ്യാറാവാണ്.
ചാരു ആണെങ്കിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല, നിന്റെ കൂടെ ഞാൻ വരുമെന്ന് ദുർഗയോട് പറയുന്നുണ്ട്. പക്ഷേ ദുർഗയെ കൊണ്ടുപോകുമ്പോൾ അവളുടെ കൂടെ വിടാതെ ചാരുവിനെ ബോലി പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ ബോലി കിടന്നുറങ്ങിയ സമയം നോക്കിയിട്ട് ചാരു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ദുർഗ പൈസ അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അതിലൊരാൾ വന്നിട്ട് അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പലാശിനോട് ജുംകിയെ കൊണ്ടുപോയിക്കോ, പക്ഷേ ദുർഗ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കാശ് വേണമെങ്കിൽ തരാം, ദുർഗയെ ഇവിടെ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗയുടെ മുന്നിൽ പലാശ് സത്യസന്ധനായി തന്നെ അഭിനയിക്കുകയാണ്. അപ്പോൾ ദുർഗയോട് ഞാൻ വീട്ടിൽ പോയിട്ട് പൈസ എടുത്ത് വരാമെന്ന് പറഞ്ഞ് ജുംകിയെയും കൊണ്ട് പലാശ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചാരു പലാശിൻ്റെ തലയ്ക്ക് കല്ലെറിയുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ബോധം കെട്ട് വീഴാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാരോടെല്ലാം പൊരുതി ചാരു ദുർഗയെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ബോലിയെ കൊടുക്കാൻ ഇതിനിടയ്ക്ക് ചാരു പല വിദ്യകളും നോക്കുന്നുണ്ടെങ്കിലും സത്യമൊന്നും തെളിയിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. ഒരു ദിവസം ബോലി ചാരുവിനെ അവളുടെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ട് കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ അവൾ എൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് ബോലിയോട് ചോദിക്കുമ്പോൾ അവൾ ഞാൻ നിൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കി, അയാൾ മരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ റോയ് ചൗധരി വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ചാരു എൻ്റെ അച്ഛനപ്പോൾ ജീവനോടെ ഉണ്ടല്ലേ, ഞാൻ ആളെ തിരഞ്ഞ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ബോലി അതിനെ നീ ജീവനോടെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചുറ്റും മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അങ്ങോട്ട് ബോഗൈ ഓടി വന്നാണ് അവളെ രക്ഷിക്കുന്നത്. ബോഗയ്യെ കണ്ട് അച്ഛ എന്ന് അവൾ വിളിച്ചിട്ട് അവൾ കരയുമ്പോൾ ഒരു വികാരവും ഇല്ലാതെ അവളെ ആദ്യമായി കണ്ട പോലെയാണ് ബോഗൈ നിൽക്കുന്നത്. ചാരു ദുർഗയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ബോഗയ്യെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സത്യമെല്ലാം തുറന്ന് പറയാനും ബോലിയുടെ കള്ളക്കളികളെല്ലാം പൊളിക്കാനും ബോഗയ്യോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ദുർഗ പറയുമ്പോൾ ബോലി ആരാണെന്ന് ബോഗൈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അപകടത്തിൽ ആളുടെ ഓർമ്മ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാകും. എന്നെ എന്തിനാ നിങ്ങൾ അച്ഛ എന്ന് വിളിക്കുന്നത് എന്ന് ബോഗൈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ചാരുവിനോട് ആളുടെ ഓർമ്മയെല്ലാം പോയി എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ആവും പോവുക. അപ്പോൾ ഇനി ഒരു 4-5 വീഡിയോയ്ക്കുള്ളിൽ ഈ സീരിയൽ കഴിയും. കാരണം അത്രയും ലാഗായിട്ടാണ് ഈ സീരിയൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.